നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാസങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല, ദിവസങ്ങൾ എന്ന് എണ്ണേണ്ടി വരും. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ജനവിധി എന്നറിയാൻ. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വരുന്നത്. അമിത്ഷാ കേരളത്തിലെ BJPയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. 2026 ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചുമതല BJPയുടെ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ BJP നേതാക്കളുടെ യോഗത്തിലാണ്. അപ്പോൾ ഏറ്റുമുട്ടൽ നേർക്കുനേർ ആർ തമ്മിലായിരിക്കും? സംശയം വേണ്ട, അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ. അമിത്ഷായും പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ കാണുന്ന തെരഞ്ഞെടുപ്പായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ, CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മാത്രമല്ല പിണറായി വിജയൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹവുമായി ഏറ്റുമുട്ടുന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയാവുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലെ രണ്ടാമനാണ്. അത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, അത് രാഷ്ട്രീയ പോരാട്ടവും കൂടിയാണ്, രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടവും കൂടിയാണ്. ആര് ജയിക്കും ആര് തോക്കും എന്നത് വളരെ നിർണായകമാണ്. BJP ജയിക്കാൻ പോകുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ BJP പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് അല്ല, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകും എന്ന് അമിത്ഷാ തന്നെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് BJPയെ സംബന്ധിച്ച്. 20 സീറ്റിൽ ജയിക്കണം, 40 സീറ്റിൽ കടുത്ത മത്സരം കാഴ്ചവെക്കണം. ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇതേപോലെ അമിത്ഷാ കേരളത്തിൽ വരികയും BJPയുടെ നേതാക്കളുമായി സംസാരിക്കുകയും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് 27% വോട്ട് നേടണം എന്നാണ്. എന്നാൽ അതിൻ്റെ അടുത്തുപോലും എത്താൻ BJPക്ക് കഴിഞ്ഞില്ല. BJPയുടെ വോട്ട് 14% ഒതുങ്ങി എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. ആകെ ആശ്വാസം തിരുവനന്തപുരത്തെ ജയമാണ്. കോർപ്പറേഷനിലെ ജയം മാത്രമാണ് BJPക്ക് ആശ്വാസമായി പറയാനുള്ളത്. ശരി തന്നെയാണ്, BJPക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു സംശയവുമില്ല. തിരുവനന്തപുരത്തെ വിജയം BJPയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അത് അവർ നേടുകയും ചെയ്തു. എങ്ങനെ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആരാണ് വിജയിപ്പിച്ചത് എന്നത്? BJPയെ വിജയിപ്പിച്ചത് സംശയം വേണ്ട തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമാണ്. ഒരു ഡീൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്, ഒരു വഴിത്തിരിവ് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ കാലൂന്നിയാണ് അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് 20 സീറ്റിൽ ജയിക്കുന്നതിനു വേണ്ടി. അപ്പോൾ പോരാട്ടം ആരുമായിട്ടാണ്? ഇടതുപക്ഷവുമായിട്ടാണ്. ഇടതുപക്ഷത്തെ പ്രധാന നേതാവ് പിണറായി വിജയനും അമിത്ഷായും മുഖാമുഖം നിൽക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുന്നു 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 110 സീറ്റ് നേടി വീണ്ടും LDF അധികാരത്തിൽ വരും എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. പിണറായി വിജയൻ തന്നെ അക്കാര്യം LDF യോഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 85 സീറ്റ് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു 110 സീറ്റ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും പോലെയല്ല നിയമസഭയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നതാണ് CPM കണക്കുകൂട്ടുന്നത്. അതിൽ ഒരു ശരിയുമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നതോടുകൂടി മത്സരം
പിണറായി വിജയനും അമിത്ഷായും തമ്മിലാകുന്നു. ഒരു പരിധിവരെ മത്സരം BJPയും LDFും തമ്മിലാകുന്നു. കാരണം രണ്ട് ആശയധാരകൾ ദേശീയ തലത്തിൽ തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറുകയാണ് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തിന് അമിത്ഷാ കേരളത്തെ ലക്ഷ്യപ്പെടുന്നു? ഈ ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. പശ്ചിമ ബംഗാളുണ്ട്, അസമുണ്ട്, തമിഴ്നാടുണ്ട്. ഇവിടെയൊന്നും പോകാതെ അമിത്ഷാ എന്തിന് കേരളത്തിലേക്ക് വരുന്നു എന്ന വലിയ ചോദ്യവുമുണ്ട്. അതിലും ഒരു രാഷ്ട്രീയം ഉൾച്ചേർന്നിരിക്കുന്നു എന്നതാണ്. കേരളം ദേശീയ തലത്തിൽ BJPക്ക് വലിയ തലവേദനയുണ്ടാക്കുന്നു. കേരളത്തിൻ്റെ വികസനം, കേരളത്തിലെ മാനവ വിഭവശേഷിയിലുള്ള വൻ കുതിച്ചുചാട്ടം, കേരളത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ നേട്ടങ്ങൾ, അവരുടെ മുന്നേറ്റം, ഇതൊക്കെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അവിടെ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കിയിട്ടും എങ്ങനെ കേരളം തലയുയർത്തി നിൽക്കുന്നു എന്ന സമസ്യയ്ക്ക് ഉത്തരം കാണണം BJPക്ക്. അതിനു വേണ്ടിയുള്ള ഒരു ആദ്യ ചുവട് എന്ന് വേണമെങ്കിൽ പറയാം അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവ്. അതുകൊണ്ടാണ് പറയുന്നത് മത്സരം രണ്ട് ആശയധാരകൾ തമ്മിലുള്ളതാണ്. മത്സരം പിണറായിയും അമിത്ഷായും തമ്മിലുള്ളതായി മാറുന്നു എന്ന്.